റെഡിയല്ലേ? പാണക്കാട് സന്ദർശിക്കാൻ അല്ല, അത് പാണക്കാട് എല്ലാവരും സന്ദർശിക്കുന്ന ഒരു സ്ഥലമല്ലേ. മാത്രമല്ല മലപ്പുറത്ത് നിന്ന് UDFന്റെ ജില്ലാ ക്യാമ്പ് നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇവിടെ നിന്ന് യാത്രയാകുന്നത് പാണക്കാട് നിന്ന്. അവിടെ ഈ പരിപാടിക്ക് വരുമ്പോൾ എപ്പോഴെല്ലാം വരുമ്പോൾ അവിടെ സന്ദർശിക്കാൻ പറ്റും അപ്പോഴെല്ലാം സന്ദർശിക്കുകയും ഞങ്ങൾ കൂടിയാലോചന നടത്തുകയും ചെയ്യും. കാരണം ഇന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്ന ടീം UDF ആണ്. 2026 ഉജ്ജ്വലമായ തിരിച്ചുവരവിനുള്ള ഏറ്റവും വലിയ ഞങ്ങളുടെ കരുത്തും ഞങ്ങളുടെ ആത്മവിശ്വാസവും ടീം UDF ആണ്. അതാണ് നിലമ്പൂരിൽ ഞങ്ങൾ തെളിയിച്ചത്. ഞങ്ങളുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ആത്മവിശ്വാസം ഉണ്ടാക്കിയ ഐക്യമാണ് UDFിലുള്ളത്. അപ്പം ഞങ്ങൾ പീരിയോഡിക്കലായി കൃത്യസമയങ്ങളിൽ കൂടിയാലോചനകൾ നടത്തി പരസ്പരം ആലോചിച്ച് വേണ്ട തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായി എടുത്ത് അത് നടപ്പാക്കുന്ന ഒരു രീതിയാണ്. എപ്പോഴും കൂടിയാലോചനകളാണ്. എല്ലാ മാസവും UDF യോഗങ്ങൾ ചേരും, പരസ്പരം ആലോചിക്കും, എല്ലാം പരസ്പരം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഞങ്ങൾ നടത്തുന്നത്. ആ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലയിൽ ഈ ക്യാമ്പ് നടക്കുന്നത്. UDF വിപുലപ്പെടുത്തും ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുമ്പിൽ അതിന് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് വിസ്മയം ഉണ്ടാവും, ഒരു സംശയം വേണ്ട. തെരഞ്ഞെടുപ്പിന് മുമ്പായി UDFന്റെ വിപുലമായ അടിത്തറ വിപുലമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് പിന്നീട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആ സമയത്ത് നിങ്ങളെ വിളിച്ചറിയിക്കുക. ആദ്യം വെള്ളാപ്പള്ളിക്ക് മറുപടി കൊടുത്തിരുന്നു, 100 സീറ്റ് അധികാരത്തിലെത്തിയില്ലെങ്കിൽ മാറും, രാഷ്ട്രീയ വനവാസത്തിന് പാണക്കാട് സംസാരിച്ചിട്ടുണ്ട്. അല്ല, ഞങ്ങൾ പറഞ്ഞത് തിളക്കമാർന്ന വിജയത്തിൽ UDFനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ വനവാസത്തിന് പോകുന്നതാണ്. അത് ഞങ്ങളുടെ കോൺഫിഡൻസാണ്. ഞങ്ങൾക്ക് ഉറപ്പായി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ്. അത് UDF മുന്നണിയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അതിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട്. നിങ്ങൾ നിലമ്പൂരിൽ കണ്ടതല്ലേ, ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഒറ്റ പാർട്ടിയായിട്ടല്ലേ പ്രവർത്തിച്ചത്? ഒറ്റ പാർട്ടിയായിട്ടാണ് പ്രവർത്തിച്ചത്. ഇന്ത്യയിലെ മുഴുവൻ സഖ്യങ്ങൾക്ക്, കോയലിഷന്, മുന്നണിക്ക് മാതൃകയാണ് കേരളത്തിലെ UDF. ഇന്ത്യ മുന്നണിയും അതുപോലെ ആയി വരുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദേശീയതലത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള വിമർശനം തിരിച്ചുള്ള കമന്റിലൊക്കെ ഇന്നിപ്പോ VM സുധീരൻ പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകരുടെ അന്തസ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതായത് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും മുതിർന്ന നേതാക്കളിൽ നിന്നൊക്കെ അക്കാര്യത്തിലൊരു പിന്തുണ കൂടി വരുന്നുണ്ടോ? അല്ല, അത് ഞാൻ സംസാരിക്കുമ്പോൾ കോൺഗ്രസിനെ റെപ്രസെന്റ് ചെയ്തും UDFനെ റെപ്രസെന്റ് ചെയ്താണ് പറയുന്നത്. അവരെ ഒരു സമുദായത്തെയും ഒരു ജില്ലയെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ നമ്മൾ മിതമായ വാക്കുകളിൽ അങ്ങനെ പറയരുത്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നു, എന്ത് പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ദയവീത് അങ്ങ് പറയരുത് എന്ന് വിനീതമായിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ആരോടും വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഏത് തരത്തിലുള്ള വർഗീയതയെയും ഏത് തരത്തിലുള്ള വിദ്വേഷ പ്രചരണത്തെയും UDF ഒറ്റക്കെട്ടായി നിന്ന് എതിർത്ത് തോൽപ്പിക്കും. കോംപ്രമൈസ് ഇല്ല. ആരുമായിട്ടും അത്തരം കാര്യങ്ങൾ പറയുന്ന ആരുമായിട്ടും കോംപ്രമൈസ് ഇല്ല. ഇതിൻ്റെ പുറകിൽ CPM ഉണ്ട് ഇതിൻ്റെ പുറകിൽ. പക്ഷെ CPM ഒരു കാര്യം ആലോചിക്കേണ്ടത്, മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രസക്തി എന്താണ് എന്ന് തിരിച്ചറിയണം. മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരമുണ്ട്. മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന എല്ലാ ശക്തികളെയും പ്രോത്സാഹിപ്പിച്ചുള്ള CPM ആണ്. INL വന്നപ്പോൾ INL പ്രോത്സാഹിപ്പിച്ചു. മുസ്ലിം ലീഗ് പോരാ എന്നാണ് പറഞ്ഞത്, അല്ലേ? NDF വന്നു, പോപ്പുലർ ഫ്രണ്ട് വന്നു, മത രാഷ്ട്രവാദം ആദ്യകാലം പറഞ്ഞ ചില ആളുകൾ വന്നു. അവരെയൊക്കെ CPM കൂട്ടി നിർത്തി. അതായത് ലീഗ് മൃദുത്വമാണ്, ലീഗിന് തീവ്രവാദം ഇല്ല എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് പുറത്തു വരികയും പുറത്തുനിന്ന് ലീഗിനെ എതിർക്കുകയും ചെയ്ത എല്ലാ ശക്തികളെയും കൂട്ടിപ്പിടിച്ചവരാണ് CPM. ലീഗ് കേരളത്തിൽ മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് ബാബറി മസ്ജിദ് തകർന്നപ്പോഴും അറിയാം. അന്ന് ശിഹാബ് തങ്ങൾ ചെയ്തതുപോലെ ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ മുനമ്പം വിഷയം വന്നപ്പോൾ ഇപ്പോൾ മുനമ്പത്ത് നിന്ന് BJPക്കാരെ ആട്ടി ഓടിച്ചു, മുനമ്പത്തെ സമിതിക്കാർ. അപ്പോൾ തങ്ങൾ പറഞ്ഞതും മുസ്ലിം ലീഗ് പറഞ്ഞതും UDF പറഞ്ഞതും എല്ലാമായിരുന്നു ശരി എന്ന് യാഥാർത്ഥ്യമായി. അപ്പോൾ അതാണ് പ്രസക്തി.
അത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്, വിദ്വേഷ പ്രചരണത്തിനുള്ള എതിരായിട്ടുള്ള പോരാട്ടമാണ്. ഞങ്ങളുടെ സ്റ്റാൻഡ് സ്ട്രോങ് സ്റ്റാൻഡാണ്, കോംപ്രമൈസ് ഇല്ല. വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ ശക്തിയായി ഞങ്ങൾ ഒരുമിച്ച് നിന്ന് നിൽക്കും. കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് BJP ഒരു സംഘത്തെ അയക്കുന്നുണ്ട്. UDF എങ്ങനെയൊക്കെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞങ്ങൾ അതിശക്തമായിട്ടാണ് അതിനെ നേരിടുന്നത്. ഞങ്ങൾ കുറേ നാളായി പറയുന്നു, രാജ്യത്തുടനീളം ക്രൈസ്തവരെ ആക്രമിക്കപ്പെടുകയാണ്. ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ക്രിസ്മസ് കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുന്നു, പ്രാർത്ഥന കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുന്നു. നിരവധി വൈദികരും പാസ്റ്റർമാരും ജയിലിലാണ്. ഏറ്റവും അവസാനമാണ് നിരവധി പേരും മർദ്ദനമേറ്റു വൈദികർ. 90 വയസ്സായ ഒരു വൈദികനെ കൈ പുറകിൽ കെട്ടിവെച്ച് മർദ്ദിച്ചു. 90 വയസ്സായ വൈദികനെ. ഇപ്പോൾ 2 കന്യാസ്ത്രീമാർ ജയിലിൽ കിടക്കാണ്, ഒരു കുറ്റവും ചെയ്യാത്ത 2 പേര്. അപ്പോൾ പാർലമെന്റിൽ നിന്ന് കോൺഗ്രസിന്റെ ഒരു ഡെലിഗേഷൻ ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ആ 2 കന്യാസ്ത്രീമാരെ പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലങ്ങളിലെ MLA മാർ ശ്രീ റോജി M. ജോണും ശ്രീ സജി ജോസഫും അവരും ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ കൂടെ ഉറച്ചു നിൽക്കും. അവിടെയെല്ലാം ഈ കുഴപ്പം മുഴുവൻ കാണിക്കുന്ന ആളുകളാണ് ഇവിടെ കേരളത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ പോലെ വന്ന് ക്രിസ്മസിന് ഈസ്റ്ററിന് കേക്ക് കൊടുക്കാമെന്ന്. അതാണ്, ആ പൊള്ളത്തരമാണ് തുറന്നു കാട്ടപ്പെട്ടത്. ആ പൊള്ളത്തരം അതാണ്. പ്രതിപക്ഷേതാവിന്റെ വിസിറ്റോടുകൂടി ഞങ്ങൾ പറയും പറഞ്ഞു കഴിഞ്ഞു. അതെ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കത്തിലാണ്. അതിന്റെ ഭാഗമായിട്ട് UDFന്റെ മീറ്റിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം വന്നത്. കോൺഗ്രസും SNDയും ഒറ്റക്കെട്ടായിട്ട് UDFനെ കൂടുതൽ ശക്തിപ്പെടുത്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം വലിയ തിരിച്ചറിവിന് വേണ്ടിയുള്ള ഒരുക്കത്തിനും അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിനുമാണ്. തീർച്ചയായിട്ടും അതൊക്കെ വിജയം കാണുന്നത്. പ്രതിപക്ഷ നേതാവ് വലിയ കോൺഫിഡൻസിലാണ്. മുസ്ലിം ലീഗിനും തങ്ങൾക്കൊക്കെ ആ കോൺഫിഡൻസ് ഉണ്ടോ? അദ്ദേഹത്തെക്കാളും ഇരട്ടി കോൺഫിഡൻസ് ആണ് അദ്ദേഹത്തെ വനവാസത്തിന് പോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. ആ പേടി പേടിക്കണ്ട. ഞങ്ങളെ ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട അറസ്റ്റ് വലിയൊരു വാർത്തയാണ്. അതെ, അത് രാജ്യത്തിൻ്റെ മത സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ ഛത്തീസ്ഗഡിൽ നടക്കുന്നത്. BJPയുടെ ഈ മതേതരത്തിനെതിരെയുള്ള ഇത്തരം കാര്യങ്ങൾ അതൊരിക്കലും അനുവദിക്കപ്പെടാൻ പാടില്ല. അവിടെ പ്രത്യേകിച്ച് കന്യാസ്ത്രീകളടക്കമുള്ള അവിടുത്തെ മിഷണറി പ്രവർത്തകർക്ക് രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും ആരോഗ്യ മേഖലകളിലൊക്കെ നല്ല പരിശ്രമിക്കുന്നവരാണ്. അതൊക്കെ മറന്നുകൊണ്ട് മതത്തിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ ക്രൂശിക്കുന്ന ഈ നടപടി ഒരിക്കലും തന്നെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും. ഞങ്ങളെ വേറൊരു കാര്യം നമുക്ക് പറയാനുണ്ട്. ഡൽഹി ഓഫീസിൻ്റെ ഞങ്ങൾ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡൽഹി ഓഫീസിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് മീറ്റിംഗ് പ്രിസൈഡ് ചെയ്ത നമ്മളതൊന്നും പ്രഖ്യാപിക്കും. മുസ്ലിം ലീഗിൻ്റെ ഡൽഹിയിലുള്ള ആസ്ഥാനം കായിക മില്ലത്ത് സെൻറ്റർ, അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞു. ഏതാനും കഴിഞ്ഞ മാസം തന്നെ അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചതായിരുന്നു ഉദ്ഘാടനത്തിൽ. പിന്നെ കാശ്മീരിലെ ഇഷ്യൂ വന്നപ്പോൾ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഓഗസ്റ്റ് 24 അതിൻ്റെ ഉദ്ഘാടനം നടക്കും. അതിനിപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗിൽ വളരെ തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീമതി സോണിയാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളൊക്കെ അതിൽ സംബന്ധിക്കുന്നതാണ്. ഓഗസ്റ്റ് 24 3 മണിക്ക് ഡൽഹിയിലെ നെഹ്റു സ്റ്റേഡിയത്തിലാണ് അതിൻ്റെ പൊതുപരിപാടി വെച്ചത്. മറ്റൊരു കാര്യം, ഈ ചൂരൽമല ഒരു ആണ്ട് തിരിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യം ഇപ്പോഴും പലരും പുറത്താണ്, അവർക്കും മുൻകരുത്തിയില്ല. മുസ്ലിം ലീഗ് അടക്കം അതിന് മുൻകരുത്തിക്കുന്നു. ഇതിൻ്റെ മുസ്ലിം ലീഗ് അവിടെ 105 വീടുകൾ എടുത്തു വെക്കുന്നതിനുള്ള ഒരു ശ്രമത്തിലാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. സ്ഥലം എടുപ്പ് കഴിഞ്ഞ് ഇൻബൗണ്ടായിട്ട് പൂർത്തിയാക്കും. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇനിയിപ്പോൾ മഴ ഏതാണ്ട് വിട്ടുന്നല്ലോ. ഇനി ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിക്കും. ഓക്കെ,